ചില മുന്നറിയിപ്പുകൾ വീണ്ടും വീണ്ടും വരുന്നുണ്ട്. ശ്രദ്ധിക്കുക. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചു. റെഡ് അലേർട്ട് നൽകുക എന്ന് പറഞ്ഞാൽ അതിതീവ്രമായ മഴയ്ക്ക് അല്ലെങ്കിൽ ഒരു വലിയ ഒരു പ്രതിസന്ധി വെല്ലുവിളിയെ മുഖാമുഖം കാണുമ്പോഴാണ് ഇത്തരത്തിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കുക. അല്ലെങ്കിൽ യെല്ലോ അലേർട്ട് മറ്റുമായി അത് ഒതുങ്ങും. ഓറഞ്ച് അലേർട്ടുമായി ഒതുങ്ങും. യെല്ലോ ഓറഞ്ച് റെഡ്, അതാണ് അതിൻ്റെ രീതി. അങ്ങനെ കൂടുതൽ ജാഗ്രത പാലിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു മുന്നറിയിപ്പുകൾ അവഗണിക്കരുത്. ഇടുക്കി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതുപോലെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ടുമാണ്. കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, പാലക്കാട്, പത്തനംതിട്ട ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഏതൊക്കെ ജില്ലകളിൽ അവധിയുണ്ട് എന്ന് പരിശോധിക്കുന്നവർ ശ്രദ്ധിക്കുക. സ്കൂളിൽ പഠിക്കുന്നവർ, കൊച്ചുകുട്ടികളൊക്കെ കൂടുതൽ അതായിരിക്കും ശ്രദ്ധിക്കുക. ഏത് ജില്ലകൾക്കാണ് അവധി കളക്ടർ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്നത്. ഈ അവധി തീർത്തും സുരക്ഷിതമായി ഇരിക്കാൻ വേണ്ടിയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ചെറിയ കുട്ടികൾ, സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾ ഒക്കെ ആകുമ്പോൾ അവർ റോഡിലിറങ്ങി അല്ലെങ്കിൽ യാത്ര ചെയ്തും മറ്റുമൊന്നും സ്കൂളിൽ പോയി മറ്റ് അപകടങ്ങളും കാര്യങ്ങളും കനത്ത മഴയും കാറ്റും ഒക്കെ വരുമ്പോൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകുന്നത്. അതുകൊണ്ട് കുട്ടികൾ ആ സമയത്ത് വെള്ളത്തിൽ കളിക്കാനോ അല്ലെങ്കിൽ തോട്ടിൽ സമീപ പ്രദേശങ്ങളിൽ, കുളങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കാനോ, വലിയ കാറ്റത്ത് അല്ലെങ്കിൽ മഴയുള്ളപ്പോൾ ഇറങ്ങി നടക്കാനോ ഒന്നും ശ്രമിക്കരുത് എന്നുള്ള ഒരു ജാഗ്രത ഞാനും അറിയിക്കുകയാണ്. അതാണ് ഇപ്പോൾ ജില്ലകളിൽ ഇത്തരത്തിൽ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. 8 ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അത് വളരെ പ്രത്യേകമായി ശ്രദ്ധയോടെ മനസ്സിലാക്കുക. അത് കണ്ട് കരുതലോടെ നീങ്ങുക.